ആ മൂന്നാമത്തെ NIA കോടതിയിൽ ഇങ്ങനെ പറഞ്ഞാൽ ഒരു കാരണവശാലും ജാമ്യം കിട്ടില്ല. ഇതിനിടയിലാണ് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഒരു ഇടപെടൽ വന്നത്. ഛത്തീസ്ഗഡ് മുഖ്യമന്ത്രി ഡൽഹിയിലേക്ക് വിളിക്കുന്നു, പ്രധാനമന്ത്രി ഇടപെടുന്നു, അമിത്ഷാ ഇടപെടുന്നു. അങ്ങനെ വലിയ രീതിയിലുള്ള ഇടപെടലൊക്കെ നടത്തി അവസാനം കോടതിയിൽ പ്രോസിക്യൂഷൻ ഭാഗം ഒന്ന് മയപ്പെട്ടു. അവർ പറഞ്ഞു ഇത് പ്രാഥമികമായിട്ടേ ഉള്ളൂ, കേസ് തുടക്കത്തിൻ്റെ ഉള്ളൂ എന്ന് മാത്രം പറഞ്ഞവർ നിർത്തി. പ്രതിഭാഗം പ്രതി എന്നാരോപിക്കപ്പെട്ട കന്യാസ്ത്രീമാരുടെ വക്കീൽ പറഞ്ഞതിനെ പ്രതിരോധിക്കാൻ പ്രോസിക്യൂഷൻ പോയില്ല. ആ ഒറ്റ കാരണം കൊണ്ട് 3 കണ്ടീഷൻ വെച്ചുകൊണ്ട് അവർക്ക് ജാമ്യം അനുവദിച്ചു. ഒന്നാമത്തെ കണ്ടീഷൻ പാസ്പോർട്ട് സറണ്ടർ ചെയ്യണം, രാജ്യം വിട്ട് പോകരുത്. അതാണ് ആദ്യത്തെ കണ്ടീഷൻ. സ്റ്റേറ്റ് വിട്ട് പോകാം, കാരണം കേരളത്തിൽ വരാമല്ലോ. രണ്ടാമത്തെ കണ്ടീഷൻ എന്ന് പറയുന്നത് 50,000 രൂപയുടെ ജാമ്യം കെട്ടിവെക്കണം, ജാമ്യത്തുക കെട്ടിവെക്കണം. 2 ആൾ ജാമ്യം വേണം. അപ്പോൾ 2 പേര് ജാമ്യം നിൽക്കുന്നു എന്ന് എഴുതി കൊടുക്കണം. സഹോദരനുണ്ട്, വേറെ ആളുകളുണ്ട് അവിടെ, 2 പേര് എഴുതി കൊടുക്കണം. ഇത് പുറത്തിറങ്ങാം. എന്തായാലും ഇത് വലിയൊരു പരീക്ഷണമായിരുന്നു. അനൂപ് ആൻ്റണിയെ സംബന്ധിച്ചിടത്തോളം 2,000 കിലോമീറ്റർ അദ്ദേഹം സഞ്ചരിച്ചു എന്ന് പറയുന്നു. ഇന്ത്യ ഇവിടെ നിന്ന് അവിടെ പോയി, പിന്നെ പലവട്ടം ഇത് ഡൽഹി പോവുകയും ഒരുപാട് ആളുകൾ കാണുകയൊക്കെ ചെയ്തു. രാജീവ് ചന്ദ്രശേഖർ 2 വട്ടം ഡൽഹി പോയി, ഇന്നും ഡൽഹിയിൽ പോയിട്ടുണ്ട്. റായ്പൂറിൽ, അവിടെ ഛത്തീസ്ഗഡിൻ്റെ തലസ്ഥാനമായ റായ്പൂറിൽ പോകുമെന്ന് അറിയുന്നു. അങ്ങനെ വളരെ സംഘർഷഭരിതമായൊരു വിഷയമാണ്. പക്ഷേ അടിസ്ഥാന പ്രശ്നം എന്താണ്? ഇന്ത്യൻ ന്യായ സംഹിത 143(3) അത് മനുഷ്യക്കടത്താണ്. ഛത്തീസ്ഗഡിലെ 1968 കോൺഗ്രസ് ഗവൺമെൻറ് ഉണ്ടാക്കി വെച്ചൊരു നിയമമുണ്ട്. അത് ഛത്തീസ്ഗഡ് റിലീജിയസ് ഫ്രീഡം ആക്ട് എന്ന് പറയുന്നൊരു നിയമമാണ്. അതും ഇതിനകത്തൊരു പ്രശ്നമാണ്. 2013 പേഴ്സണൽ അസിസ്റ്റൻസ് എന്ന പ്രൈവറ്റ് ജോബ് അസിസ്റ്റൻസ് എന്നൊക്കെ പറയുന്ന മറ്റൊരു നിയമമുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടിയാണ് കൂടിക്കൊഴിഞ്ഞ് പോയത്.